ഇപ്പോൾ ഒരു കുട്ടിയായി, ആ കുട്ടിയായതിനാൽ അവർക്ക് തീരെയും വേണ്ട എന്നാണ് എന്നോട് പറയുന്നത്. എൻ്റെ പ്രയാസങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഒന്ന് ഏറ്റെടുക്കണം. മോക്കുകൾ നീതി വാങ്ങിക്കൊടുക്കണം. വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. പെണ്ണ് എന്ന് പറയുന്നത് എല്ലാം സഹിക്കാനും പൊറുക്കാനും ഉള്ളതാണ്. ആണിന്റെ അടിമയായിരിക്കേണ്ടവളാണ്. അഭിപ്രായങ്ങളും ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉറക്കെ പറയാൻ പാടില്ലാത്തവരാണ് എന്നുള്ള തെറ്റായ ധാരണകൾ ഇനിയെങ്കിലും നിർത്തൂ. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ ഫെമിനിസ്റ്റുകൾ എന്ന് വിളിച്ച് കളിയാക്കുന്നത് നിർത്തൂ. ഇതൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരം തെറ്റായ ചിന്തകളിൽപ്പെട്ട് നിരവധി ജീവനുകൾ ഇല്ലാതാവുന്നത് കൊണ്ടാണ്. പെൺകുട്ടികളുടെ ജീവന് സ്വർണത്തിൽ വിലയിടുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടു മടുത്തു കഴിഞ്ഞു. തന്റെ മകളെ സമൂഹം പറയുന്ന രീതിയിൽ കല്യാണം കഴിച്ചുവിട്ടതിനു ശേഷവും സ്ത്രീധനത്തിന്റെ പേരിൽ മകളെ പീഡിപ്പിക്കുന്ന വിവരം അറിഞ്ഞ് ചങ്കുപൊട്ടി ആത്മഹത്യ ചെയ്ത ഒരു പിതാവിന്റെ മരണത്തിന് മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ മകളെ പണത്തിനു വേണ്ടി ആർത്തിയുള്ള ഒരുത്തനെ ഏൽപ്പിച്ചതിൽ തന്റെ മരണത്തിലൂടെയെങ്കിലും മകൾക്ക് നീതി ലഭിക്കട്ടെ, ഇത്തിരി സമാധാനം കിട്ടട്ടെ എന്ന തീരുമാനം എത്ര വേദനയോടെ ആയിരിക്കും ആ പിതാവ് എടുത്തിരിക്കുക. കഴിഞ്ഞ മാസം 23-നാണ് മലപ്പുറത്ത് റബ്ബർ കാട്ടിൽ മൂസക്കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധനത്തിന്റെ പേരിൽ മകളെ ഭർത്താവും വീട്ടുകാരും പീഡിപ്പിച്ചതിലുള്ള മനോവിഷമത്തിലാണ് പിതാവ് ആത്മഹത്യ ചെയ്തത് എന്ന് തെളിയിക്കുന്ന മരണത്തിന് മുൻപ് പിതാവ് തന്റെ ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. മകളെ ഭർത്താവ് അബ്ദുൾ ഹമീദ് ക്രൂരമായി പീഡിപ്പിക്കുന്നു. എന്റെ വേദന കേരളം ഏറ്റെടുക്കണം. 10 പവൻ നൽകാതെ മകളെ വേണ്ടെന്ന് ഭർത്താവ് പറയുന്നു എന്നാണ് മൂസക്കുട്ടി വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ചിത്രീകരിച്ച ശേഷം വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ മൂസക്കുട്ടി തൂങ്ങി മരിക്കുകയായിരുന്നു. 2020 ജനുവരി 12-നാണ് മൂസക്കുട്ടിയുടെ മകൾ ഹിബയും ഒതായി തെഞ്ചേരി സ്വദേശി അബ്ദുൾ ഹമീദും വിവാഹിതരായത്. അന്നു മുതൽ സ്ത്രീധനം കുറഞ്ഞെന്ന് പറഞ്ഞുള്ള പീഡനം താൻ നേരിടേണ്ടി വന്നിരുന്നുവെന്ന് ഹിബയും പറയുന്നു. വിവാഹ സമയത്തുള്ള 18 പവൻ സ്വർണ്ണാഭരണങ്ങൾ പോരെന്ന് പറഞ്ഞപ്പോൾ 6 പവൻ വീണ്ടും മൂസക്കുട്ടി നൽകി. അതും പോരെന്നും പറഞ്ഞ് 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൂടി കൊടുത്താലേ പ്രസവിച്ചു കിടക്കുന്ന തന്റെ ഭാര്യ ഹിബയെയും തന്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ എന്ന് പറഞ്ഞ അബ്ദുൾ ഹമീദ് ഹിബയുടെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നാണ് വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ വിവരം അറിഞ്ഞ് തന്റെ മകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജീവിതം തെറ്റായി പോയി എന്ന് തോന്നിയ നിമിഷത്തിലായിരിക്കാം ആ പിതാവ് തന്റെ ജീവൻ ഒരു മുഴം കയറി തീർക്കാൻ തോന്നിയത്. ഹിബയുടെ പരാതിയിൽ നിലമ്പൂർ പോലീസ് അബ്ദുൾ ഹമീദിനും മാതാപിതാക്കൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാനുള്ള വിഷയം ഇതിലില്ല, മകൾക്ക് വേണ്ടി ജീവിച്ച് നീതി വാങ്ങി നൽകണമായിരുന്നു എന്ന അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ കൂടുതലായി കണ്ടത്. 4 ചുവരുകൾക്കുള്ളിലിരുന്ന് തന്റെ മുഖം പോലും മറച്ചുവെച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അഭിപ്രായം പറയുന്നവർ ചുറ്റുമുള്ള സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അവർ തീർപ്പാക്കുന്ന ചിന്തകളിൽ നിന്ന് മാറി നടക്കാൻ മാറ്റങ്ങൾ ആഗ്രഹിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനേ എല്ലാവർക്കും താല്പര്യം കാണും. അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറാതെ നിലനിൽക്കുന്നിടത്തോളം കാലം എല്ലാം സഹിച്ചു ജീവിച്ചു തീർക്കുന്ന ജീവിതങ്ങളുടെ കഥകൾ മാത്രമേ നമുക്ക് കേൾക്കാനും സാധിക്കൂ. ഏതൊരു വിഷയത്തിലാണ് എങ്കിലും വേണ്ട എന്ന തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും കൂടി നൽകൂ. അവളുടെ തീരുമാനങ്ങളെ അംഗീകരിക്കാനുള്ള കാഴ്ചപ്പാടിലേക്ക് സമൂഹം ഉയരണം. അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെയും പ്രണയത്തിന്റെയും പേരിലുള്ള മരണങ്ങളും കൊലപാതകങ്ങളും ഇനിയും ഉണ്ടാകും. പെൺകുട്ടികളെ വിവാഹമെന്ന കച്ചവടത്തിൽ വിൽപ്പനയ്ക്ക് വെക്കാതിരിക്കുന്ന കാലത്തെ പെണ്ണിന്റെ മഹത്വം നാം തിരിച്ചറിയും. ഇത്തരം സംഭവങ്ങൾ വാർത്തകളാവാതിരിക്കാനുള്ള ദിവസങ്ങളാണ് ഇനി നമുക്ക് വേണ്ടത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.